അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ARB വേൾഡ് ബിജുമാഷ്. അല്ലടാ, അല്ല പേര് നമ്മളെ ചാനലിലെ പുതിയ പേര് വാ ഇങ്ങോട്ട് വാ, ഞാൻ കാണട്ടെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂൾ തുറക്കുകയാണ്. 30-ാം തീയതി ഞങ്ങൾ എൻ്റെയും ഏട്ടൻ്റെയും പിന്നെ പാപ്പുവിൻ്റെയും സ്കൂൾ തുറക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം മാക്സിമം എങ്ങനെ സന്തോഷിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി കുറച്ച് അങ്ങനെയാണ്, ഇറച്ചി വാങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ ഇറച്ചിക്കടയ്ക്ക് പോവുകയാണ്. ഓക്കെ, കം വിത്ത് അസ്. ഓക്കെ, ആദ്യം ഞങ്ങൾ പിന്നെ നടന്ന് പോകണോ അതോ മോട്ടോർ സൈക്കിളിന് പോകണോ എന്നുള്ളതാണ്. നിൻ്റെ അഭിപ്രായം എന്താ? ബുള്ളറ്റിന് പോയാൽ മതി എന്നാണ് ഏട്ടൻ പറഞ്ഞപ്പോൾ. ഏട്ടൻ പറയുന്ന പോലെ പോവാച്ചിട്ടാ, ഏട്ടനല്ലേ നമ്മളെ ചങ്ക്. അപ്പോൾ പാപ്പും പോരുന്നുണ്ട്. പാപ്പുവിൻ്റെ ചെരുപ്പ് കാണാത്തൊരു പ്രശ്നമുണ്ട് രാവിലെ. കാരണം എന്താ വെച്ചാൽ കൃത്യമായിട്ട് ചെരുപ്പൊന്നും സൂക്ഷിക്കില്ല. ഒന്ന് ബ്രഷ് ചെയ്യാനൊക്കെ ടൈം എടുക്കും പാപ്പുവിന്. ഇതാണ് പാപ്പു. ഒന്ന് പോകാനുള്ള പരിപാടിയാണ്. ഇത് ഞങ്ങളുടെ ചക്കപ്പഴമാണ്. ഞങ്ങളുടെ ഇത് സൂപ്പർ പ്ലാവ്. ഞങ്ങൾ 2021 ഇങ്ങോട്ട് താമസം മാറുന്നത്. 2021 ഞങ്ങൾ വന്നതിന് ശേഷം നമ്മൾ വെച്ച പ്ലാവാണിത്. അടുത്ത വർഷം കായ്ക്കും. മൂവാണ്ടൻ പ്ലാവാണെന്നാണ് പറയണത്. ഈ ചക്കപ്പഴമുണ്ട്, സീതപ്പഴമുണ്ട്, ഒരുപാട് കവുങ്ങുകൾ വെച്ചു. ഇത് ചെങ്കതളിയാണ് ഈ ഉയർന്നു നിൽക്കുന്നത്. ഇത് ഞാവലാണ്. പിന്നെ അങ്ങോട്ട് ഒരുപാട് അല്ലേ, എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ ഇതും നമ്മൾ വെച്ചിട്ടുണ്ട്. സ്റ്റാർ ഫ്രൂട്ടും ചെറിയും കൂടിയും വെക്കാണ്ട് നമ്മളില്ലേ. കാരണം ഇപ്പം നമ്മൾ പോണത് ഞങ്ങളെ നെയ്ബറായിട്ടുള്ള മണിയേട്ടൻ്റെ വീട്ടിൽ കൂടിയാണ്. ഞങ്ങൾ ബൈക്ക് അപ്പുറത്താണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പോണത്. അമ്പുവിൻ്റെ വീട് ഇതിൻ്റെ അടുത്തുണ്ട്. അമ്പു രാമുവിൻ്റെ അടുത്ത സുഹൃത്താണ്. നമ്മൾ പരിചയപ്പെടുത്താം അടുത്ത വീഡിയോസിൽ. കാരണം നല്ലൊരു സ്ഥലമാണ് അത്. അപ്പുറത്ത് മുഴുവൻ കപ്പ കൃഷിയാണ് അല്ലേ. നോക്കി ഇത് മുഴുവൻ. ഇത് നാസിൻ്റെ വീട്, രാമുവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള നാസിൻ്റെ വീട്. അവിടെ ആരോ ഇത് കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട്. ഇതിവിടെ നല്ല ഫുള്ള് കപ്പയാണ്, കപ്പ കൃഷിയാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇറച്ചി വാങ്ങാൻ വേണ്ടി പോവുക. ഓക്കെ, നല്ല സൂപ്പറായിട്ടുള്ള പൂക്കളുണ്ട്. ഇത് പണ്ടത്തെ നല്ല ഞങ്ങൾ ചെറുപ്പകാലത്തൊക്കെ ഇത് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് ഈ പൂവിനിപ്പോൾ. പണ്ട് ഇത്ര റിച്ചായിട്ട് പൂവ് ഇങ്ങനെ ഉണ്ടാവില്ല. ഇങ്ങനെ ചെറിയ ഈ മാക്സിമം ഈ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഈ വലിപ്പം ഉണ്ടായിരുന്നു ഉണ്ട്. ഇപ്പോൾ നല്ല വലിയ പൂക്കളായിട്ടുണ്ട്. നടക്കാം ബാ. 3 ആൾ ഹെൽമെറ്റ് ഇല്ലാണ്ട് ബൈക്കുമ്പോൾ കയറാൻ പോവാണ്. കുറച്ച് ദൂരമായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ നോക്കാം. ഹെൽമെറ്റ് എടുത്ത് കൊണ്ടുവരാൻ ഏട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബുള്ളറ്റിൻ്റെ മുകളിൽ എന്ത് വാങ്ങാൻ പോവാണ് ബാവേ? ഇറച്ചി വാങ്ങാം. പിന്നെ കുറച്ച് സാധനങ്ങളും വാങ്ങാൻ പോവാണ്. മുടിവെട്ടൽ ഇപ്പോൾ ഈ പൂക്കിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പിന്നെ ഇറച്ചികൾ അടക്കും. അതാണ് നേരെ ചെല്ലുന്നത്. ഇത് ചക്കുറ്റി റോഡ് എന്നാണ് പറയുക. നേരെ ചെല്ലുന്നത് പട്ടാമ്പി, പെരിന്തൽമണ്ണ, വളാഞ്ചേരി ആ ഭാഗത്തേക്കുള്ള മെയിൻ റോഡുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ റോഡ് ചെല്ലുന്നത്. ഇതൊക്കെ വീടുകളൊക്കെ ഉണ്ട്. മുക്കിൽ പീടിക എന്ന് പറയുന്നൊരു പീടികയുണ്ട്. ഞങ്ങൾ സാധനങ്ങൾ അത്യാവശ്യം രാവിലെ ഏട്ടനും പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നത് ഇവിടെ ഈ മുക്കിലെ പീടിക എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതാണ് മുക്കിലെ പീടിക. ഇതാണ് മുക്കിലെ പീടിക. ഇതാണ് നമ്മളെ റോഡ്, മെയിൻ റോഡ് ഇതാണ്. അവരുടെ ഷൂട്ടിങ് ഷെയ്ക്ക് ആവുന്നതുകൊണ്ട് ചിലപ്പോൾ ഓഡിയൻസ് ക്ലിയർ ആവില്ല. അപ്പോൾ അവിടെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവിടെ കൈ യൂസ് ചെയ്തുകൊണ്ട് അവിടെ കുറച്ച് ഷെയ്ക്കായിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ ഏട്ടനെ കണ്ടപ്പോൾ. അപ്പം ഞങ്ങൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകണേ. ഇറച്ചി വാങ്ങിയിട്ട് മുക്കലപ്പീടിയിൽ നിന്ന് 2-3 സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. സാധനം അമ്മ പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി. അങ്ങനെ വാങ്ങിയ ഇറച്ചിയുമായി ഏട്ടനും വാവും ഞാനും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചുയിങ്കം വാങ്ങിയിട്ടുണ്ട്. സെൻട്രൽ ഫ്രഷ് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ തല്ല്. സെൻട്രൽ ഫ്രൂട്ട് ഞങ്ങൾ സെൻട്രൽ ഫ്രൂട്ട് അല്ലേ, സെൻട്രൽ ഫ്രൂട്ടും കഴിച്ച് ഞങ്ങൾ ഇറച്ചി വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഒരു ഇറച്ചി വാങ്ങാൻ പോക്കിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബായ്.